ടി.വി.കെ അധ്യക്ഷനും നടനുമായ വിജയ് നാളെ മുതൽ പൊതുപരിപാടികൾ പുനരാരംഭിക്കും. മീറ്റ് ദി പീപ്പിൾ ക്യാമ്പയിന്റെ അടുത്ത ഘട്ടം നാളെ കാഞ്ചീപുരത്ത് നടക്കും. ഒരു സ്വകാര്യ കോളേജിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെ 1500ഓളം പേർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പങ്കെടുക്കുന്നവർക്ക് തങ്ങളുടെ പരാതികൾ വിജയോട് നേരിട്ട് സമർപ്പിക്കാൻ അവസരം ലഭിക്കുമെന്നും പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി MG മിഥുൻ തന്നെ ചേരുന്നുണ്ട്. മിഥുൻ, കരൂർ ദുരന്തത്തിന് ശേഷം വീണ്ടും വിജയ് തിരിച്ചെത്തുകയാണ്. അപ്പോൾ നേരിടുന്ന വെല്ലുവിളികളും ചെറുതൊന്നും ആയിരിക്കില്ല, കാരണം അത്ര വലിയൊരു ദുരന്തമായിരുന്നു. അതിൽ നിന്നൊക്കെ അതിജീവിച്ച് ഇപ്പോൾ വീണ്ടും പര്യടനം യാത്ര തുടരുന്നു. അപ്പോൾ എന്തൊക്കെയായിരിക്കും വിജയ് ഇതിൽ നേരിടാൻ പോകുന്ന പ്രതിസന്ധികൾ എന്ന് വേണം കരുതാൻ? ഈ കരൂർ ദുരന്തത്തിന് പിന്നാലെ നിർത്തിവെച്ചിട്ടുള്ള ഈ പൊതുപരിപാടികളാണ് ഇപ്പോൾ ടി.വി.കെ അധ്യക്ഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നുള്ളത് തന്നെയാണ്. നാളെയാണ് കാഞ്ചീപുരത്താണ് ഒരു പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത്. മീറ്റ് ദ പീപ്പിൾ എന്ന രീതിയിലുള്ള ക്യാമ്പയിൻ്റെ ഭാഗമായാണ് ഒരു സ്വകാര്യ കോളേജിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ക്ഷണിക്കപ്പെട്ടിട്ടുള്ള ആളുകളെ മാത്രമാണ് ഇവിടെ പങ്കെടുപ്പിക്കുന്നത്. പാർട്ടി പ്രവർത്തകർ വളരെ കുറച്ചുപേർ മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. സാധാരണ ജനങ്ങൾ വളരെ കുറച്ചുപേർ മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. പാർട്ടിയുടെ നേതാക്കൾ ഉൾപ്പെടെയുള്ള ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായി പങ്കെടുക്കുകയും ചെയ്യും. ഏകദേശം 1500ഓളം പേരെ മാത്രമാണ് ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്താൻ ടി.വി.കെ ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. അതിൽ ഇവരുടെ പരാതികളടക്കം ടി.വി.കെ അധ്യക്ഷൻ കേൾക്കുകയും അതിൻ്റെ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില റിപ്പോർട്ടുകൾ കൂടി വന്നിരുന്നു. അതായത് അടുത്ത മാസം ഡിസംബർ 4 മുതൽ പൊതുയോഗങ്ങളിലേക്ക് കൂടി കടക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ടി.വി.കെ എത്തിയിരുന്നു. പ്രത്യേകിച്ച് ഈ റോഡ് ഷോ അടക്കം അത്തരത്തിലുള്ള വാഹന പ്രചരണ ജാഥയൊക്കെ ഈ കരൂർ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിരവധി ജീവൻ പൊലിഞ്ഞ പശ്ചാത്തലത്തിൽ നിർത്തിവെച്ചിരുന്നു. അത് ഈ പോലീസ് നൽകുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നടത്താനുള്ളൊരു നീക്കമാണ്. അത് കോയമ്പത്തൂരും ഒപ്പം തന്നെ സേലത്തും ആദ്യ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ടി.വി.കെ എത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതും ഡിസംബർ 4-ന് 2 പൊതുയോഗങ്ങൾ നടക്കുമെന്നുള്ളതാണ്. ഒപ്പം തന്നെ പിന്നീടുള്ള ആഴ്ചകളിൽ 4 പൊതുയോഗങ്ങൾ വീതം വെച്ച് നടത്താനാണ്. അതും ശനിയാഴ്ചയും ഒപ്പം തന്നെ ബുധനാഴ്ചയും ഈ 2 ദിവസങ്ങളിലായിരിക്കും ഈ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കാനാണ് ടി.വി.കെ നീക്കം നടത്തുന്നത്. പ്രത്യേകിച്ച് ഈ കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന അതേ വേളയിൽ തന്നെയാണ് തമിഴ്നാടും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. വളരെ കുറച്ച് നാളുകൾ മാത്രമാണ്, കുറച്ച് മാസങ്ങൾ മാത്രമാണ് ഈ തമിഴ്നാട് ഇലക്ഷന് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ക്യാമ്പയിനുകളിൽ നിന്നും അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഈ പരിപാടികളിൽ നിന്നുമൊക്കെ വിട്ടുനിന്നാൽ അത് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ പൊതുപരിപാടികളിലേക്ക് സജീവമാകാൻ വീണ്ടും ടി.വി.കെ തയ്യാറാകുന്നത്. വിജയ് ഈ പങ്കെടുക്കുന്ന പൊതുയോഗങ്ങളിൽ ആളുകളെ കൂടുതൽ അത്തരത്തിൽ നിയന്ത്രിച്ചുകൊണ്ട് പോലീസ് നൽകുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ആളുകളെ പങ്കെടുപ്പിക്കാനുള്ളൊരു ശ്രമമാണ് നടക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല എന്നുള്ളതാണ്. ഡിസംബർ 4-ന് എന്നുള്ള ചില സൂചനകൾ മാത്രമാണ് ഇതിനോടകം പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ഈ ഒരു പൊതുയോഗങ്ങൾക്ക് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അനുമതി നൽകുമോ എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അനുമതി ലഭിച്ചില്ല എങ്കിൽ നിയമ നടപടികളിലേക്കൊക്കെ കടക്കാനുള്ള ഒരു ആലോചനയും ടി.വി.കെയുടെ ഭാഗത്തുനിന്നുണ്ട്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള പൊതുയോഗങ്ങളുടെ ഭാഗമായി ആണ് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. നാളെയാണ് ആദ്യ പൊതുപരിപാടി നടക്കുന്നത്. 1500 പേർ മാത്രം പങ്കെടുക്കുന്ന തരത്തിൽ ഒരു സ്വകാര്യ കോളേജിലാണ് ഇത്തരത്തിൽ മീറ്റ് ദ പീപ്പിൾ എന്ന രീതിയിൽ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ഈ കരൂർ ദുരന്തമുണ്ടാകാനുണ്ടായ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് പ്രതീക്ഷിച്ചതിലും അപ്പുറം ആളുകൾ പൊതുപരിപാടിയിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ്. അപ്പോൾ നാളെ നടക്കുന്ന ഒരു പരിപാടിയിലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ഉള്ള മുൻകരുതലുകൾ അതെന്തൊക്കെയാണ് സ്വീകരിച്ചിട്ടുള്ളത്? തീർച്ചയായും, അതായത് വളരെ കുറച്ച് ആളുകളെ മാത്രം പങ്കെടുപ്പിക്കുന്ന തരത്തിലൊരു പൊതുപരിപാടി എന്നുള്ളതിനുപ്പുറത്തേക്ക് ഒരു സ്വകാര്യ ചടങ്ങ് എന്ന രീതിയിലാണ്. അതായത് മുൻകാലങ്ങളിലും ഈ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് നൽകുന്നതും ഒപ്പം തന്നെ ഈ 10ാം ക്ലാസ്സിലും +2-ലും ഒക്കെ മികച്ച രീതിയിൽ വിജയം കരസ്ഥമാക്കിയിട്ടുള്ള വിദ്യാർത്ഥികളെയൊക്കെ വിജയം ആദരിക്കുന്ന ചില സ്വകാര്യ ചടങ്ങുകൾ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അതിലും വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് പങ്കെടുപ്പിക്കാറുള്ളത്. 1000-ൽ താഴെ മാത്രം ആളുകൾ, അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാകും, അവരുടെ രക്ഷിതാക്കളുണ്ടാകും, ഒപ്പം തന്നെ കുറച്ചധികം പാർട്ടി പ്രവർത്തകർ മാത്രം ആയിരിക്കും ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി പങ്കെടുക്കാറുള്ളത്. ആ രീതിയിൽ തന്നെയാണ് ഇത്തരത്തിൽ നാളത്തെ ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ കോളേജിലേക്ക് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമായിരിക്കും പ്രവേശനം
പ്രവേശനം ഉണ്ടാകുക. കൃത്യമായി പോലീസിന്റെ നിർദ്ദേശം പാലിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് വലിയ ദുരന്തമുണ്ടായ ഒരു പശ്ചാത്തലം അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചില ക്രമീകരണങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും. പക്ഷേ വലിയൊരു പൊതുപരിപാടി ആയിരിക്കില്ല എന്നുള്ളതാണ്. കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു തരത്തിലും പോകില്ല എന്നുള്ളതാണ്. ഒരു സ്വകാര്യ ചടങ്ങായി മാത്രം ഇതിനെ കണ്ടാൽ മതി എന്നാണ് ഇത്തരത്തിൽ TV വൃത്തങ്ങളിൽ ലഭ്യമാകുന്ന വിവരം. എന്തായാലും 1500 താഴെയുള്ള ആളുകൾ മാത്രം, വളരെ കുറച്ച് ആളുകൾ മാത്രമായിരിക്കും നാളത്തെ പരിപാടിയിൽ പങ്കെടുക്കുക എന്നാണ് നമുക്കറിയാം. ശരി, MJ മിഥുനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.